ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റീസണിങ് ആയിട്ടുള്ള മീഷോയിൽ നിന്ന് നമുക്ക് വാട്സപ്പോ ഫേസ്ബുക്ക് ഗ്രൂപ്പോ ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു വരുമാനം ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യണത്. വലിയ വരുമാനം എന്നല്ല, ഒരു കുഞ്ഞു വരുമാനം കേട്ടോ. അതിൽ പറയുന്ന പോലെ 25,000 നമുക്ക് ഏതായാലും സമ്പാദിക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടമ്മമാരാണ്. നമ്മുടെ ജോലിക്കിടയിൽ നിന്ന് നമുക്ക് ഒരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കുന്ന ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് മീഷോ റീസെല്ലിംഗ് ആപ്പ്. ഇപ്പോൾ പലരും ഇപ്പോൾ മീഷോയിലുണ്ട്, സജീവമാണ്. അവരൊക്കെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളെ അറിവിൽ തന്നെ ഉണ്ടാവില്ലേ, നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ മീഷോയിൽ നിന്ന് ഒരു റീസെല്ലിംഗ് ആപ്പായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ നമ്മളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദിവസം വരുമാനം ഉണ്ടാക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, ചെറുതായിട്ട് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ വരുമാനം അഥവാ മീഷോ ഡൗൺലോഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, നമ്മുടെ നിന്ന് ആരെങ്കിലും വാങ്ങുമോ, അഥവാ ചെയ്തോലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഗ്രൂപ്പോ ഫേസ്ബുക്ക് ഗ്രൂപ്പോ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയവരുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ വിചാരിച്ച അത്രയുള്ള ഒരു മെച്ചമൊന്നും കിട്ടുന്നുണ്ടാവില്ല. കാരണം അതിൽ നിന്ന് വല്ല എന്താ പറയുക, ഒരുപാട് പേർക്കുണ്ടായതുകൊണ്ട് തന്നെ നമുക്കിത് വല്ല ഇപ്പോൾ തുടങ്ങിയ സക്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ അംഗമാണ്, നമുക്ക് വല്ല ഫാമിലി ഉണ്ട്. നമ്മുടെ ഫാമിലിക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലേക്കും ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് വേണ്ടതെല്ലാം മീഷോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാം. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട ഡ്രസ്സും ഐറ്റംസ് എല്ലാ വിധ ഡ്രസ്സ് ഐറ്റംസും ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ട എന്താ പറയുക, ഫാൻസി ഐറ്റംസ് ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. നല്ല ചീപ്പ് റേറ്റിന് തന്നെ, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. ടോപ്പ് തന്നെ നമുക്ക് നല്ല ചീപ്പ് റേറ്റിന് തന്നെ, നമ്മളിപ്പോൾ സാധാ കടയിൽ നിന്ന് കിട്ടുന്നില്ല, ഇതിലേറെ ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അഥവാ ക്വാളിറ്റി കുറവാന്ന് തോന്നിയാൽ നമുക്ക് റിവ്യൂ ചെയ്താൽ മതി. ഓരോ അടുത്ത പർച്ചേസിന് ഇങ്ങനെ അത് കൂട്ടിത്തരും. അവരെന്തുണ്ടെങ്കിലും നെഗറ്റീവ്സൊക്കെ അവർ പോസിറ്റീവ്സ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ല മീഷോയിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, വാങ്ങുക. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ കടയിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ചിലവൊക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ബസ്സിന് പോയാലും ബസ് ചാർജ് വരും, ഓട്ടോക്ക് പോയാലും ഓട്ടോ ചാർജ് വരും. അങ്ങനെ കുറച്ച് ചാർജുകളൊക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ ഉണ്ടാവും കുറച്ച് ചിലവുകൾ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സാധാരണയായിട്ട് മിനിമം ചാർജ് 8 രൂപയാണ്. ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോയി വരാൻ നമുക്ക് 16 രൂപ ചിലവാണ്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ ഒരു നമുക്ക് ചിലവാണ്. നമ്മൾ എത്ര ദൂരം വരെ പോകും ഒരു സാധനം വാങ്ങാൻ, അത്രയ്ക്ക് വരുന്ന ചിലവ് ഒന്നുമില്ലെങ്കിൽ മിനിമം ചാർജെങ്കിലും കൂട്ടുക. ഈ ഒരു 16 രൂപ നമ്മൾ വെക്കണ റീസെല്ലിംഗ് ആപ്പിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമല്ലോ, ആ സാധനത്തിനോട് കൂടി ഇതുകൂടി കൂട്ടുക. മീഷോ എന്ന് പറയുന്നത് റീസെല്ലിംഗ് ആപ്പാണ്. അതിൻ്റെ റേറ്റിലേറെ നമുക്ക് എത്ര ലാഭം വേണോ അത്ര കൂട്ടിങ്ങാണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കുന്നത്. റീസെല്ലിംഗ് ആപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അത് മറിച്ച് വിൽക്കുകയാണ്, അതാണ് ചെയ്യണത്. നമ്മളൊരു 150 സാധനം വാങ്ങിയാൽ നമ്മളിത് 200 വിൽക്കുക. അപ്പോൾ അതാണ് 150 നമുക്ക് മീഷോ തരും. നമ്മളത് 50 കൂട്ടിയിട്ട് മറ്റുള്ളവർക്ക് അത് വിൽക്കുമ്പോൾ ആ 50 രൂപ ലാഭം നമുക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മീഷോയിൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്യണത്. നമ്മൾ സാധനത്തിന് 150 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് വരുന്ന ചിലവ്, അഥവാ ബസ്സിൻ്റെയൊക്കെ ചിലവ് 16 ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് 15 ആക്കാം. ഒരു 15 രൂപ ഇതിനോടൊപ്പം കൂട്ടുക. മിനിമം ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരിക്കലും നമുക്ക് ഈ മിനിമം ചാർജ് കൊണ്ട് എവിടെ നമ്മൾ വിചാരിച്ച സാധനം ഉണ്ടാവില്ല. അത്രയും കൂട്ടുക, 20 ഓ 15 കൂട്ടുക. ഇപ്പം 150 ഇപ്പം 20 കൂട്ടുകയാണെങ്കിൽ 170 ആയി. മാത്രമല്ല, ഇപ്പോൾ സാധനത്തിന് 150 കൃത്യമായിട്ടുള്ള ഇതിൽ ഉണ്ടാവില്ല, വില മീഷോയിൽ ഉണ്ടാവില്ല. 142, 172, 148 അങ്ങനെ ആയിരിക്കും. ഒരിക്കലും നമ്മുടെ ചില്ലറ അവർക്ക് വരുമ്പോൾ കൊടുക്കാനായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. നമ്മൾ അതൊന്ന് റൗണ്ട് ചെയ്ത് കാണും. ഇപ്പോൾ 148 അപ്പോൾ 150 അല്ലെങ്കിൽ 155 160 ആക്കുക. അപ്പോൾ ഈ കൂട്ടുന്ന എത്ര സംഖ്യ അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് അവർ തരികയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു സാധനം 142 ആണെങ്കിൽ 150 ആക്കാണ്ട് റൗണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വരുന്ന ബസ് ചാർജ് കൂട്ടിയല്ലോ, അത് നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 18 രൂപ കൂടി.
18 20 അങ്ങനെ എത്രയാണ് നമ്മൾ കൂട്ടി കൊടുക്കുന്നത് അതൊക്കെ കൂടി അങ്ങനെ ഒരു സാധനത്തെ നമുക്ക് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമായിട്ട് കിട്ടിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഡ്രസ്സ് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തായിട്ടുള്ള ബന്ധുക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്കോ ഉമ്മമാർക്കോ അമ്മായികൾക്കോ അടുത്ത ബന്ധുക്കൾക്ക് തന്നെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുക. ഞാനിങ്ങനെ വാങ്ങിയതാണ്, എത്ര രൂപക്ക് വാങ്ങിയതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയാം. അപ്പോൾ അവർക്കൊരാഗ്രഹം വാങ്ങിയാലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവർ വാങ്ങും. അപ്പോൾ അവർക്കും നമ്മൾ ഈ ഒരു ഇതൊക്കെ കൂട്ടി നമ്മൾ ബസ് ചാർജ് കൂട്ടിയതും എല്ലാം കൂട്ടിങ്ങാണ്ടാണ് ഈ സംഭവം വേണ്ടത്. നമുക്ക് ലാഭം 30 രൂപ കിട്ടിയോ ആ ഒരു ലാഭം അവരിൽ നിന്ന് നമുക്ക് അവർ വാങ്ങാനായി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അപ്പോൾ ഒരാൾ വാങ്ങുമ്പോൾ നമുക്ക് പല കടകൾ നമുക്ക് ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ പോയാൽ ഡ്രസ്സ് കട ഒന്ന് മാത്രമല്ല ഒരുപാട് ഉണ്ടാവില്ലേ. പക്ഷേ ഈ കടയിലത്തെ വില ആയിരിക്കില്ല അപ്പുറത്തെ കടയിൽ. സംഭവം രണ്ടും ഒരേ മെറ്റീരിയലും ഒരേ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചൊക്കെ ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. അതേമാതിരി തന്നെയാണ് നമ്മളിപ്പോൾ കുറഞ്ഞ വിലക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും പിന്നെ നമ്മളിന്ന് അത് സംഭവം വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇത്രയും ചീപ്പ് റേറ്റിന് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ നമ്മുടെ അടുത്ത് തന്നെ വാങ്ങുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് മെനക്കെട്ട് ഇറങ്ങണം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോണസ് ട്രാക്കറാണ് സംഭവമുണ്ട് ഈ മീഷോയിൽ. അത് ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇത്ര രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം നമുക്ക് അവർ തരുന്നുണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളോ ഒക്കെ നമുക്കൊന്ന് കുറച്ച് കുറിച്ചിടുക, വേണ്ടതൊക്കെ ഒരുമിച്ച് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിനനുസരിച്ച് കിട്ടും. അപ്പോൾ അത് ശ്രമിച്ചാൽ അങ്ങനെ നോക്കിയാലും അങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അവർ നമുക്ക് ക്രെഡിറ്റ് തരുന്നുണ്ട്. ക്രെഡിറ്റ് നമുക്ക് കയ്യിൽ തരില്ല, അത് നമുക്ക് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തരും. ആ ലാഭം കൂടി നമുക്ക് എടുക്കാം. അങ്ങനെയും ചെയ്യാം. പിന്നെ മീഷോയിൽ തന്നെ നമുക്ക് പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാം. നമുക്കിപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലും സിറ്റിയിൽ പോയി വാങ്ങുകയാണെങ്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതേപ്പോൾ എന്തെങ്കിലും പറ്റാറുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ മാറ്റിയെടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലവ് വരും അല്ലേ. പക്ഷേ മീഷോയിൽ അവർ വന്ന് ഇവിടെ വീട്ടിൽ നമ്മളിങ്ങനെ റിട്ടേൺ എന്നുള്ളത് അടിച്ചാൽ തന്നെ അവർ വീട്ടിൽ നിന്ന് വന്ന് വാങ്ങിക്കൊണ്ടു പോകും. നമുക്കൊരു ചിലവില്ല, നമ്മുടെ കാശ് നമുക്ക് തിരിച്ചു തന്നെ തരുന്നതാണ്. ലാഭം നമ്മൾ എത്രയാണോ ചിലവാക്കിയത് ഈ ഒരു അവർ തരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് മാത്രമായിരിക്കും. പിന്നെ ലാഭമായിട്ട് നമ്മളെ അക്കൗണ്ടിൽ കൂടുകയാണ്. അങ്ങനെ ടോട്ടൽ നമ്മളെ അക്കൗണ്ടിൽ തന്നെയാണ് അവർ ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ തരും. പിന്നെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ചെരുപ്പ് മുതൽ ബാസ്ക്കറ്റ്, ചൂല് എല്ലാം എന്താ വേണ്ട എല്ലാം ഉണ്ട്. നല്ല ചീപ്പ് റേറ്റിന് തന്നെ അതൊക്കെ അങ്ങനെ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാക്കുക. നമുക്ക് ചിലവാണത്. അപ്പോൾ എന്തായാലും സാധനം നമ്മളെ വീട്ടിലേക്ക് നടന്നു വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് തന്നെ പോയി വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കുറച്ച് ചിലവൊക്കെ വരും. വേണമെങ്കിൽ വെള്ളം നമ്മൾ പോയാൽ തന്നെ വെള്ളം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ വെള്ളത്തിൽ ചാർജ് കൂടി കൂട്ടി നമുക്ക് ആ ഒരു വരുമാനം അത്രയും കൂടും. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ചെയ്യാനുള്ളത് മീഷോയിൽ റെഫറൽ എന്നാണ് സംഭവമുണ്ട്. മീഷോ എൻ്റെ ലിങ്ക് റെഫർ ചെയ്ത് കണ്ട് നമുക്കും വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആരെങ്കിലും മീഷോനെ പരിചയപ്പെടുത്താൻ നമുക്ക് പറയാം, മീഷോയിൽ ഇത്ര നല്ല ചീപ്പ് റേറ്റ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്, അത് നോക്കിക്കൊണ്ടു. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മീഷോനെ പുകഴ്ത്തി പറയാം. എന്നിട്ട് അവർക്കറിയാം എനിക്കൊന്ന് മീഷോ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ റെഫറിൽ ചെന്നുകൊണ്ട് ആ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയാം. ചെയ്തെങ്ങാണ്ട് അവർ അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടെങ്ങാണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര പെർസെൻറ്റേജ് നമുക്ക് ലാഭമായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും ആ വല്ലപ്പോഴൊക്കെ. അപ്പോൾ അത് നമുക്കൊരു വരുമാനമായിട്ട് എടുക്കാം. പിന്നെ റിട്ടേൺ അയക്കാം. പിന്നെ പറയുന്നത് മീഷോയിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരി ഒന്നുമല്ല, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധികം ഡ്രസ്സ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ കിച്ചൺ ടവൽ എടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് 6 120 ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല വെള്ളമൊക്കെ തുടച്ചാൽ നന്നായിട്ട് പോണ ഒരു ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക. അതൊക്കെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കാം. എല്ലാത്തിനും സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ സുഖമാണ്, പർച്ചേസ് ചെയ്യാനും സുഖമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ കാശ് കൊടുത്താൽ മതി. ഒരു സംവിധാനമൊക്കെ മീഷോയിലുണ്ട്.
പിന്നെ പറയാനുള്ളത് നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് അതുപോലെ അവർക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങുമ്പോഴൊക്കെ മീഷോന്ന് തന്നെ വാങ്ങുക. അതുപോലെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ വാങ്ങുക. നമ്മളെ വീട്ടിലേക്ക് നമ്മളെ റിലേറ്റീവ്സിനൊക്കെ അതുപോലെ നമ്മളെ സഹോദരികൾക്കൊക്കെ ഇപ്പോൾ ജെൻസിനും ലേഡീസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ സംഭവം. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്യുക, ഇത് വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ചീപ്പ് റേറ്റിനാണ്. ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതും ഇതിൽ നിന്ന് വാങ്ങണതൊക്കെ. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടിയതും കുറഞ്ഞൊക്കെ കിട്ടും സാധനങ്ങൾ. അപ്പോൾ നല്ല ക്വാളിറ്റിക്ക് നല്ല റേറ്റും കൊടുക്കണം, കുറഞ്ഞ റേറ്റും കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് പറ്റും. പിന്നെ പറയാനുള്ളത് റെഫറൽ ചെയ്തങ്ങാണ്ട് തന്നെയാണ്. പിന്നെ നമുക്കൊരു സീസൺ വരുമല്ലോ, പെരുന്നാൾ, ഓണം, ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം. അപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇതിനൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ തന്നെ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുക. അതുപോലെ എല്ലാവരും ഇങ്ങനെ പറയുക, ഞാൻ ഇത്ര രൂപയ്ക്ക് എത്രയാണോ വില കുറഞ്ഞ അത്രയും ആ ഒരു വില കുറവ്, നമ്മൾ നല്ല ക്വാളിറ്റിയിലെ സാധനം എവിടെ നമുക്ക് വില കുറഞ്ഞ് കിട്ടുക അങ്ങോട്ടാണ് ആൾക്കാർ പോകല്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മളെല്ലാവരും വില പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, നല്ല ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തുക. ക്വാളിറ്റി ഉള്ളതിന് മാത്രം അങ്ങനെ പറയട്ടോ, ആരും പറ്റിക്കൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാത്തിനും ഇല്ലാന്ന് പറയുക, അത് വാങ്ങണ്ടെന്ന് തന്നെ പറയുക, എന്തെങ്കിലും നമുക്ക് അമളി പറ്റിക്കണമെങ്കിൽ. അപ്പം ഞാൻ വാങ്ങിയത് ഇതുവരെ ഒന്നും പ്രശ്നമോ കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറാണ്. ഞാൻ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിൻ്റെയൊക്കെ ഇതിൽ ഇട്ടുതരാം, അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ എനിക്ക് ക്ലോക്ക് റീഫണ്ട് ചെയ്തിട്ടോ, റിട്ടേൺ അയച്ചു. അത് ഇവിടെ എത്തിയപ്പോൾ ആകെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റിട്ടേൺ അയച്ചത്, അത് മാത്രമേ റിട്ടേൺ അയച്ചിട്ടുള്ളൂ. പിന്നെ കളിപ്പോക്കാൾ കുട്ടികൾക്ക് ഉള്ളതൊക്കെ, പിന്നെ അതാ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചീപ്പ് റേറ്റിന് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അവർ റിവ്യൂ ചോദിക്കട്ടെ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിയാലും. അപ്പോൾ എന്തായാലും റിവ്യൂ കൊടുക്കണം, ഒരിക്കലും നന്നായിട്ട് ഗുഡായി കൊടുക്കരുത് കേട്ടോ. ഓരോന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് പറയണം, എന്നാൽ മാത്രമേ ഉള്ളൂ അവർ അതിലെ ഓരോ പ്രശ്നങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. എന്തെങ്കിലും ചെറിയ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും കൂടി അതിൽ നമുക്ക് റിവ്യൂ ആയിട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഒന്നുകൂടി നന്നാവുകയാണെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കുക. റിവ്യൂവിനനുസരിച്ച് അവരോരോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മീഷോ ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, അതിന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും കേട്ടോ. നിങ്ങളെ ഫസ്റ്റ് പർച്ചേസിനൊക്കെ ക്രെഡിറ്റ് കിട്ടും ചെയ്യും. നിങ്ങൾക്ക് അത്ര രൂപയൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ചെറിയ വരുമാനമെങ്കിലും 25,000 ഇല്ലെങ്കിലും ഒരു ചെറിയ വരുമാനമെങ്കിലും ആർക്കായാലും സമ്പാദിക്കാനായിട്ട് പറ്റും. വെറുതെ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞു വരുമാനം കിട്ടിയാൽ നമുക്ക് വലിയ കാര്യമല്ലേ, നമുക്കൊരു ചിലവും ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുകയാണ്, വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമല്ല ഉള്ളിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പ് അറിഞ്ഞോട്ടെ, അങ്ങനെ അവർക്കും ഇതിൽ നിന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാലോ. ഇപ്പോൾ ചെറുതിൽ നല്ല വലുതിലേക്ക് പോവുക. അപ്പോൾ നമ്മളിത് ചെറുതെന്ന് തുടങ്ങി, പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ വാങ്ങുമ്പോൾ നമുക്കത് വലിയൊരു വരുമാനമായി മാറില്ലേ. ചീപ്പ് റേറ്റിൽ നിന്ന് എല്ലാവരും ചീപ്പ് റേറ്റിലേക്ക് വന്ന് അപ്പോൾ എല്ലാവരും വരുമാനം ഇതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.